കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതിയ കർമ്മ പദ്ധതി രൂപീകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഗതാഗത മന്ത്രി CP ജോണിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കുന്നത്. പ്രധാനമായും വാഹനങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനായുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിലൂടെ ഉറപ്പാക്കുന്നത്. ഏതായാലും റോഡ് സുരക്ഷാ അതോറിറ്റി, പൊതുമരാമത്ത് ഫണ്ട് ബോർഡ്, ട്രാഫിക്, നാറ്റ്പാക് എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതിനു ശേഷമാണ് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. റോഡുകളിലെ സീബ്ര ക്രോസിങ്ങിൻ്റെ വീതി കൂട്ടുക എന്നുള്ളതാണ് ആദ്യ നടപടി. അതോടൊപ്പം തന്നെ മൾട്ടി ലൈൻ ട്രാഫിക് വരുന്ന പാതകളിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് റെസ്ക്യൂ സ്പോട്ട് സ്ഥാപിക്കും. ഈ രണ്ട് സംവിധാനങ്ങളാണ് ആദ്യം നടപ്പിലാക്കുക. രണ്ട് സംവിധാനങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ട, സ്റ്റാച്ചു എന്നീ പ്രദേശങ്ങളിലാണ് ഇത് സ്ഥാപിക്കുന്നത്. അതിനുശേഷം അത് എത്രത്തോളം മികച്ചതായി എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും പിന്നീടുള്ള നടപടിയിലേക്ക് കടക്കുന്നത്, മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത്. അതായത് സംസ്ഥാനത്തുടനീളം ഈ സംവിധാനം ഏർപ്പെടുത്താനുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ വകുപ്പ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നാറ്റ്പാക്കിനെ നിയോഗിച്ചിട്ടുണ്ട്. എസ്റ്റിമേറ്റ് തയ്യാറായതിനു ശേഷം റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ട് വിനിയോഗിച്ചായിരിക്കും ഇത് നടപ്പിലാക്കുക. ഏതായാലും വരും ദിവസങ്ങളിൽ ഇനിയും വാഹനങ്ങൾ പെരുകുന്നത് കൊണ്ട് തന്നെ ഈ വഴിയാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള സംവിധാനം ഏർപ്പെടുത്തും. പെഡസ്ട്രിയൻ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ്. ഏതായാലും റോഡ് ഗതാഗതത്തിൻ്റെ ഭാഗമായി അവർക്കും വഴിയാത്രക്കാർക്കും റോഡിൻ്റെ ഇരുവശങ്ങളിലൂടെ നടക്കാനും അതോടൊപ്പം തന്നെ റോഡ് ക്രോസ് ചെയ്യാനുള്ള സംവിധാനം വരുത്തുക. കൂടുതലും പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിലാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കി വരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.